Okay, welcome my dear students. നമുക്ക് ഇന്ന് ഡയോഡിനെ കുറിച്ച് പഠിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയോഡ്. ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED. യെസ്, ഡയോഡ് വൺ ഈസ് LED. LED means it is the light emitting diode. LED is always connected in forward bias. LED എപ്പോഴും കണക്ട് ചെയ്യുന്നതിലാണ് ഫോർവേഡ് ബയസിലായിരിക്കും. ഇനി എങ്ങനെയാണ് LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ലൈറ്റ് ഈസ് എമിറ്റഡ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ. ദാറ്റ് ഈസ് LED light is produced due to the electron hole recombination. Electron hole recombination. The different color of light is produced due to the difference in the energy supplied. അപ്പോൾ എനർജി 1.8 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 3 ഇലക്ട്രോൺ വോൾട്ട് വരെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്നത് വിസിബിൾ ലൈറ്റിലുണ്ടാകുന്ന ലൈറ്റ് ആയിരിക്കും. അല്ലാതാണെങ്കിൽ ഇൻഫ്രാറെഡ് വ്യത്യാസം വരികയാണെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയനിലോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റീജിയനിലുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണിത് LED. ഇനി LEഡിയുടെ സിമ്പൽ സാധാരണ ഡയോഡിൻ്റെ സിമ്പലാണിത്. ഇതിലെന്ത് ചെയ്യുക, ഒരു ലൈറ്റിൻ്റെ ഏറോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും എന്ത് LED. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റ് LED ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് എന്ന് ഉള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന LED ആണ്. ഇതാണ് നമുക്ക് LEഡിയിൽ പഠിക്കാനുള്ളത്. രണ്ടാമതാണ് നമുക്ക് ഫോട്ടോ ഡയോഡ്. പേരിൽ തന്നെ ക്ലിയർ ആണത് എന്താണ് ഫോട്ടോ ഡയോഡ് എന്ന്. അതിൻ്റെ സിമ്പൽ ഓർമ്മിക്കണം. LEഡിയും ഫോട്ടോ ഡയോഡിൻ്റെയും സിമ്പൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ലൈറ്റിൻ്റെ ഏറോ മാർക്കാണ്. അപ്പോൾ ഇതാണിത് ഫോട്ടോ ഡയോഡ്. അപ്പോൾ അത് ലൈറ്റ് വരുന്നതാണ്. ഇപ്പോൾ ലൈറ്റ് വന്നാൽ വർക്ക് ചെയ്യുന്ന സാധനം ഫോട്ടോ ഡയോഡ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഫോട്ടോ ഡയോഡ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്. ഫോട്ടോ ഡയോഡ് എപ്പോഴും ഏത് ബയാസിലേ കണക്ട് ചെയ്യുള്ളൂ? റിവേഴ്സ് ബയാസിൽ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ. If the energy of incident photon is greater than forbidden energy gap, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ ഈ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എനർജി എപ്പോഴും എന്തായിരിക്കും, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഗ്യാപ്പ്. ഇതാണ് നമുക്ക് ഫോട്ടോ ഡയോഡ്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഇതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഡയോഡ്, സെനർ ഡയോഡ്. എന്താണ് സെനർ ഡയോഡ്? ഇനി സെനർ ഡയോഡിൻ്റെ സിമ്പൽ എന്താണ്? ഇപ്പോൾ സെനർ ഡയോഡിൻ്റെ സിമ്പൽ സാധാരണ ഡയോഡിൻ്റെ സിമ്പലാണ് ഇത്. ഇതിലെന്ത് ചെയ്യുക, ഒരു Z പോലെ കഴിഞ്ഞാൽ ഇതെന്തായി, സെനർ ഡയോഡായി. ഇനി എന്തിനാണ് സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത്? സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് ദ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് സെനർ ഡയോഡ്. ഇനി സെനർ ഡയോഡ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് വർക്ക് ഇൻ റിവേഴ്സ് ബയാസ് അറ്റ് ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. റിവേഴ്സ് ബയാസിലാണ് വർക്ക് ചെയ്യുകയുള്ളൂ. പിന്നെ അത് കൂടാതെ അത് ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യണം. അപ്പോൾ സെനർ ഡയോഡ് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഡയോഡിൻ്റെ ഈ VI ക്യാരക്ടറിസ്റ്റിക് ഓർമ്മ വേണം. ഇപ്പോൾ എന്തായിരുന്നു ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക് നോക്കാം. ഇവിടെയാണെന്നുള്ളത് Y ആക്സിസ് എന്നത് I. അപ്പോൾ ഇതാണെങ്കിൽ ഫോർവേഡ് ബയാസ്. ഇനി ഇതാണെങ്കിൽ എന്താ, റിവേഴ്സ് ബയാസ്. ഓർക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് മില്ലി ആംപിയർ കറണ്ടാണ്, ഇവിടെ ഉണ്ടാകുന്നത് മൈക്രോ ആംപിയർ കറണ്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഭാഗമാണ്, റിവേഴ്സ് ബയാസ് ഭാഗമാണ്. റിവേഴ്സ് ബയാസിൽ നമുക്ക് കാണാം, റിവേഴ്സ് ബയാസിൻ്റെ തുടക്കത്തിൽ കറണ്ടിൻ്റെ വേരിയേഷൻ ഇല്ല, കറണ്ട് വളരെ കുറവുള്ളൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൈനോറിറ്റി ചാർജ് ഏരിയസ്. പക്ഷേ ഈ റിവേഴ്സ് വോൾട്ടേജ് കൂടിക്കൂടി വന്നു. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കാണാം ചെറിയ വേരിയേഷന് പോലും കറണ്ടിൻ്റെ വളരെ പെട്ടെന്നുള്ള വർധനയുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഇൻക്രീസിങ് പെട്ടെന്നാണ്, വളരെ പെട്ടെന്നുള്ള ഇൻക്രീസിങ് ആണ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കറണ്ട് എത്ര കൂടിയാലും എന്തിന് മാറ്റമില്ല, പൊട്ടൻഷ്യലിന് മാറ്റമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. കറണ്ട് എത്ര കൂടിയാലും പൊട്ടൻഷ്യലിന് യാതൊരു മാറ്റമില്ല. അപ്പോൾ കറണ്ട് കൂടിയാൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു
ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണെന്ന് സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ്. അപ്പോൾ സെനർ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യണം. ആ റിവേഴ്സ് ബയസാണ് എവിടെയാണ്? ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പോൾ ബ്രേക്ക് ഡൗൺ റീജിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബ്രേക്ക് ഡൗൺ റീജിയനിലാണെങ്കിൽ അപ്പം നമ്മൾ റിവേഴ്സ് ബയസിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ കറണ്ട് പെട്ടെന്ന് തന്നെ വർദ്ധിക്കും. പക്ഷേ കറണ്ട് എത്ര വർദ്ധിച്ചാലും നമുക്ക് വോൾട്ടേജിൽ മാറ്റമുണ്ടാകുന്നില്ല, ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ സെനർ ഡയോഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അത് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സെനർ ഡയോഡ് എന്ന് പറയുമ്പോൾ നോക്കാം, ഇവിടെയാണ് ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഒരു ഡയോഡ്, സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡ് എപ്പോഴും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പോൾ ഇതാണെന്ത് പോസിറ്റീവ് പി, ഇതാണെന്ത് എൻ. അപ്പോൾ എൻ ആണെങ്കിൽ ഇവിടെ ധരിക്കണം പോസിറ്റീവ്, ഇവിടെ ധരിക്കണം റിവേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇത് പോസിറ്റീവ് പൊളാരിറ്റി, നെഗറ്റീവ് പൊളാരിറ്റി. ഇതിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? ഇതിന് സെനർ ഡയോഡിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ്, അതാണ് എന്ത് ലോഡ് റെസിസ്റ്റൻസ്. ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. ആ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും? വി എൽ അല്ലെങ്കിൽ വി സെഡ് സബായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതാണെന്ത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ. അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ആണിത്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴും ഇതായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അത് വി സെഡ്. ഉദാഹരണത്തിന് വി സെഡ് ഒരു 10 വോൾട്ടിൻ്റെതാണെങ്കിൽ നമുക്കിവിടെ എപ്പോഴും കിട്ടുന്നതായിരിക്കും 10 വോൾട്ടായിരിക്കും. ഉദാഹരണം നമ്മൾ സപ്ലൈ ചെയ്യുന്ന കൊടുക്കുന്ന വോൾട്ടേജ് ഒരു 12 വോൾട്ടാണെങ്കിൽ ഈ 12-ൽ 2 വോൾട്ട് ഈ റെസിസ്റ്റൻസിന് ആർ സെഡ് എന്ന് കാണാം. എന്താ ആർ സെഡിനെ ക്രോസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ 2 വോൾട്ട് ഇവിടെ കിട്ടും, ഇവിടെ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇനി സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 15 വോൾട്ടാണെങ്കിൽ ഈ 10 വോൾട്ട് സെനർ ക്രോസ് ആയിട്ട് കിട്ടും, ഈ 5 വോൾട്ട് ഇവിടെ കിട്ടും. അപ്പോൾ കൂടുതൽ വരുന്ന എത്ര വോൾട്ടേജ് ഉണ്ട് ആ വോൾട്ടേജ് മുഴുവനും ഈ ആർ സെഡിന് ക്രോസ് ആയിട്ട് വരും, അല്ലെങ്കിൽ ചില ആർ എസ് എന്ന് കാണാം. അപ്പോൾ ആർ സെഡിന് ക്രോസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജ് എത്ര വേരി ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജിന് മാറ്റമില്ലാതെ നമുക്ക് റെഗുലേറ്റഡ് പവർ സപ്ലൈ കിട്ടുന്നതാണ് ഈ സെനർ ഡയോഡ്. അപ്പോൾ ഇതാണ് സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റഡ് സപ്ലൈ, പവർ സപ്ലൈ. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും സെനർ ഡയോഡ് റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യുക. സെനർ ഡയോഡിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുക? ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിൽ നമുക്കറിയാം പി ഡി അക്രോസ് R1 ഈസ് ഈക്വൽ ടു പി ഡി അക്രോസ് R2 എന്ന് പറഞ്ഞാൽ ഇത് ഡയോഡിന് അക്രോസ് എത്ര വോൾട്ടേജാണ് ഉള്ളത് അതേ വോൾട്ടേജ് തന്നെ പി ഡി അക്രോസ് RL ഉണ്ടാവും. ഇപ്പോൾ ഈ സെനർ ഡയോഡ് ഒരു 5 വോൾട്ടിൻ്റെതാണെങ്കിൽ ഈ പി ഡി അക്രോസ് RL എപ്പോഴും എന്തിലേക്കും 5 വോൾട്ടായിരിക്കും. ഇവിടെ നോക്കാം, ഈ ഇൻപുട്ട് വോൾട്ടേജ് കൂടിയാൽ സ്വാഭാവികമായിട്ടും സെഡ് കൂടും. നോക്കാം, നമുക്ക് ഇവിടത്തേക്കുള്ള റിവേഴ്സ് ബയസിൽ ഈ സെഡിൽ ഇതിലുണ്ടാക്കുന്ന കറണ്ട് കൂടി, പക്ഷേ വോൾട്ടേജ് കൂടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂടിയാൽ എന്ത് കൂടും? കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ എത്രയാണ് കൂടിയത്? അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് RSലേക്ക് വരും. അപ്പം 8 വോൾട്ടാണ് ഇൻപുട്ട്, സെനർ ഡയോഡ് 5 വോൾട്ടാണെങ്കിൽ 5 വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടും, ബാക്കി 3 വോൾട്ട് ഇതിനെ ക്രോസ് ആയിട്ട് കിട്ടും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് 10 വോൾട്ടാണെങ്കിൽ സെനറിനെ ക്രോസ് ആയിട്ട് 5 വോൾട്ട് ഇവിടെ കിട്ടും. അപ്പോൾ സാധാരണ ഇവിടെ വരുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പം ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ ഇതിൽ കൂടി പാസ് ചെയ്യുന്ന നമുക്കെന്തറിയാം IZ എന്ന് പറയാം. ഇതിൽ കൂടി പാസ് ചെയ്യുന്ന നമുക്കെന്തറിയാം IL എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ IZ മൈനസ് L, ക്രിഷോഫ് ഫസ്റ്റ് ലോ പ്രകാരം. ഇപ്പോൾ എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട്. അപ്പോൾ ഇവിടെ എന്താ I ഈസ് ഈക്വൽ ടു IZ പ്ലസ് IL. അപ്പോൾ പ്രോബ്ലം വരുന്നതാണെങ്കിൽ ഈ സെക്ഷൻ നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്കിതിൽ ഒരു പ്രോബ്ലം ചോദിച്ചിരുന്നു 2009 വെച്ച്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് ഒരു ലോഡ് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ സപ്ലൈ കൊടുത്തിരിക്കുന്ന ഈ സെനർ ഡയോഡ് 6.2 വോൾട്ടിൻ്റെതാണ്. സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പി ആണ്, ഇത് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? പോസിറ്റീവ്. ഇതിന് പോസിറ്റീവ് സപ്ലൈ കൊടുത്തിരിക്കുന്ന പ്രവർത്തിക്കുന്നത് 12 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് അത് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ഇതിൻ്റെ ഈ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നേരത്തെ പോലെ തന്നെ സർക്യൂട്ടാണ്. പ്രോബ്ലത്തിൽ ചെറിയ മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് 12 വോൾട്ട്, സെനാർ വോൾട്ട് 6.2. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്ര? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എസ് എത്ര, അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് സെഡ് എത്ര എന്നുള്ളതാണ്. അപ്പം അതിനൊന്നുമില്ല, ഇവിടെ വരുന്ന സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അകത്ത് ഇത് കുറച്ചാൽ മതി. 12 മൈനസ് 6.2 എന്ന് പറഞ്ഞാൽ 5.8 വോൾട്ടാണ് ഇതിലുണ്ടാവുക, വോൾട്ടേജ് അക്രോസ് എസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ സെനർ ഡയോഡ്
വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് സെനർ ഡയോഡ് എന്തിനുള്ളതാണെന്നാണ്. സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെനർ ഡയോഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിൽ അറ്റ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിവേഴ്സ് ബയാസിൽ മാത്രമല്ല ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എങ്കിൽ ഇവിടെ മുതൽ സ്വാഭാവികമായിട്ടും ഇവിടം വരെയുള്ള ഒരു റീജിയൻ ഉണ്ട്, ആ ബ്രേക്ക് ഡൗൺ റീജിയൻ. ഈ റീജിയനുള്ള കറണ്ട് മാത്രമേ ഇതിന് സഫർ ചെയ്യാൻ പറ്റൂ. അതിനേക്കാൾ കൂടുതൽ സഫർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വേരിയേഷനുള്ള കറണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ശ്രദ്ധിക്കണം. എന്നാൽ ഇത് സർക്യൂട്ട് വേറെ കാര്യം എന്ന് പറയുന്നത് ഈ ലോഡ് റെസിസ്റ്റൻസ് കൂടി പാസ് ചെയ്യുന്ന കറണ്ടിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം ജനറൽ ഡയോഡ് കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. അതൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടതില്ല. +2 സംബന്ധിച്ചോളം ഒന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നേരത്തെ പറഞ്ഞു. ഫോർവേഡ് ബയാസിൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞു. ഫോർവേഡ് ബയാസ്, അപ്പോൾ ഇതാണ് ഒരു ഡയോഡെങ്കിൽ ഡയോഡിൻ്റെ പി ടൈപ്പാണിത്, എൻ ടൈപ്പാണിത്. അപ്പോൾ പി ടൈപ്പിനെ പോസിറ്റീവിനോടും എൻ ടൈപ്പിനെ നെഗറ്റീവിനോടും കണക്ട് ചെയ്താൽ അതാണ് ഫോർവേഡ് ബയാസ്. ഇനി അതേപോലെ തന്നെ ഇതാണ് ഒരു ഡയോഡെങ്കിൽ ഡയോഡിൻ്റെ ഈ പി ടൈപ്പിന് നെഗറ്റീവിനോടും എൻ ടൈപ്പിന് പോസിറ്റീവിനോടും അതായിരിക്കും എന്ത് റിവേഴ്സ് ബയാസ്. ഇതാണ് എന്ത് ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് ഒരു പ്രാവശ്യം കൂടി ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയോഡ് തന്നു. ഇത് ഏത് ബയാസിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് ബയാസാണെന്ന്. ഇവിടെ -10 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ബയാസാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നോക്ക്, ഇതാണ് പി ടൈപ്പ്. പി ടൈപ്പ് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ്